ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഹദീസ് നിഷേധിയുമായുള്ള പ്രബോധനത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഖുർആൻ 9-ാം അധ്യായം 36-ാം വചനത്തിൽ പറഞ്ഞ 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണ്? ഖുർആനിൽ നിന്ന് തെളിവ് കാണിക്കാമോ? അപ്പോൾ ഹദീസ് നിഷേധി മറുപടി പറഞ്ഞു, അള്ളാഹു ദീൻ പൂർണ്ണമാക്കിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ 5-ാം അധ്യായം 3-ാം വചനം, ആ പൂർണ്ണതയുടെ ഉറവിടം എന്താണെന്ന ചോദ്യം സ്വാഭാവികമാണ്. ദീൻ ഖുർആനിലൂടെ പൂർണ്ണമായതാണോ അതോ പിന്നീട് മനുഷ്യർ സമാഹരിക്കുകയും വർഗീകരിക്കുകയും ചെയ്ത ഹദീസ് ഗ്രന്ഥങ്ങളും അതിൻ്റെ അനിവാര്യ ഘടകമാണോ? 15-ാം അധ്യായം 9-ാം വചനത്തിൽ ഖുർആൻ മാത്രമാണ് സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, പിന്നെ മറ്റൊരു വചനത്തിൽ അള്ളാഹു പറഞ്ഞു, നിനക്കറിവില്ലാത്ത കാര്യത്തെ പിന്തുടരരുത്. തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവും ഇവയെല്ലാം സംബന്ധിച്ച് മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം 36-ാം വചനാണ്. സൂറത്ത് അൽ ഇസ്രാ സൂചിപ്പിക്കുന്നത് 36-ാം വചനം അറിവില്ലാത്ത കാര്യത്തെ ദീനിൻ്റെ നിർബന്ധ പ്രമാണമാക്കരുത് എന്നതിലേക്കും കൂടിയാണ്. 4 വിശുദ്ധ മാസങ്ങളുടെ പേരുകൾ ഖുർആൻ പറയുന്നില്ല. അത് ചരിത്രപരമായ കലണ്ടർ വിവരണമാണ്, പുതിയ മത നിയമമല്ല. ഹദീസ് നിഷേധി തുടരുകയാണ്, ഇസ്ലാമിക ആചാരങ്ങളിലെ പല മേഖലകളിലും പിന്നീട് വ്യതിയാനങ്ങൾ കടന്നു വന്നതുപോലെ 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ തെറ്റായ ധാരണകൾ രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണയായി പ്രചരിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ മാസങ്ങൾ റജബ്, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം എന്നിവയാണെന്നാണ്. ഈ കണക്ക് പ്രകാരം ഹജ്ജിനായി തുടർച്ചയായ 3 മാസങ്ങൾ മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം ലഭിക്കുകയും റജബ് ഒറ്റപ്പെട്ടൊരു മാസമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ വർഗീകരണം ഖുർആനുമായി 2 വിധത്തിൽ പൊരുത്തപ്പെടുന്നില്ല. ഖുർആൻ അടിസ്ഥാനത്തിൽ 4 വിശുദ്ധ മാസങ്ങൾ ദുൽഹജ്ജ്, മുഹറം, സഫർ, റബിയുൽ-അവ്വൽ എന്നിവയാണ്. ഖുർആൻ 4 വിശുദ്ധ മാസങ്ങളും തുടർച്ചയായ മാസങ്ങളാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഹജ്ജിനായി നിശ്ചയിക്കപ്പെട്ട 4 വിശുദ്ധ മാസങ്ങൾ പരസ്പരം തുടർച്ചയായവയാണ്. അവയാണ് ദുൽഹജ്ജ്, മുഹറം, സഫർ, റബിയുൽ-അവ്വൽ. ഇവ തുടർച്ചയായ മാസങ്ങളാണെന്നതിന് 9-ാം അധ്യായം 5-ാം വചനത്തിൽ തെളിവ് കാണാം. അള്ളാഹു പറഞ്ഞു, വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞു പോയാൽ, അള്ളാഹു ഉപയോഗിച്ച പദം ഇൻസലഹ, ബൗദ്ധേവാരാധകരെ നിങ്ങൾ എവിടെ കണ്ടാലും നേരിടുക. ഇത് സൂറത്ത് തൗബ 9-ാം അധ്യായം 5-ാം വചനമാണ്. ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പദമാണ് ഇൻസലഹ. ഈ പദത്തിൻ്റെ മൂലാർത്ഥം തോൽ ഉരിയുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു പാമ്പിൻ്റെ തോൽ ഉരിയുമ്പോൾ അത് ഒരൊറ്റ ഘട്ടത്തിലല്ല, മറിച്ച് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ക്രമാനുഗതമായും തുടർച്ചയായും നീങ്ങുന്ന പ്രക്രിയയാണ്. അള്ളാഹുവിന് വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാലെന്ന് ലളിതമായി പറയാമായിരുന്നു. എന്നാൽ അതിനു പകരം ഇൻസലഹ എന്ന പ്രത്യേക പദം ഉപയോഗിച്ചതിലൂടെ ആ മാസങ്ങൾ പരസ്പരം തുടർച്ചയായി അവസാനിക്കുന്ന കാലഘട്ടമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ അർത്ഥത്തിന് കൂടുതൽ സ്ഥിരീകരണം 36-ാം അധ്യായം 37-ാം വചനത്തിലും കാണാം. അവിടെയും ഇതേ മൂലധാത്തുവായ സലഹ ഉപയോഗിച്ചിരിക്കുന്നു. അവിടെയും അതിൻ്റെ അർത്ഥം ക്രമാനുഗതമായും തുടർച്ചയായും വേർപെടൽ എന്നതാണ്. അതുകൊണ്ട് ഖുർആനിലെ ഭാഷാപരമായ സൂചനകൾ പ്രകാരം 4 വിശുദ്ധ മാസങ്ങൾ ഒറ്റപ്പെട്ട മാസങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് തുടർച്ചയായി വരുന്ന 4 മാസങ്ങളാണ് ദുൽഹിജ്ജ, മുഹറം, സഫർ, റബിയുൽ-അവ്വൽ. എന്നോട് പറയാണ്, താങ്കൾ പറയുന്നതിൽ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. 9-36 4 വിശുദ്ധ മാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ വചനത്തിൽ അവയുടെ പേരുകൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്,
9-ാം അധ്യായം 5-ലെ ഭാഷാപരമായ സൂചനകളുടെയും മറ്റ് ഖുർആൻ ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ 4 വിശുദ്ധ മാസങ്ങൾ തുടർച്ചയായ കാലഘട്ടമാണെന്ന വായനയാണ് എനിക്ക് കൂടുതൽ യോജിപ്പുള്ളതെന്ന്. റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നിവയാണ് 4 വിശുദ്ധ മാസങ്ങൾ എന്ന് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ പേരുകൾ പറയുന്നില്ലെങ്കിൽ ആ പട്ടികയും ഖുർആന്റെ നേരിട്ടുള്ള പ്രസ്താവനയല്ല. നിങ്ങൾ ഹദീസ് പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു ശർഈ വ്യാഖ്യാനമാണ് നിങ്ങളുടേത്. അതിനാൽ ഒരേ മാനദണ്ഡം രണ്ടു പേർക്കും ബാധകമാകണം. ഞാൻ ഖുർആനിലെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വായന അവതരിപ്പിക്കുന്നു. താങ്കൾ ഹദീസ് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വായന അവതരിപ്പിക്കുന്നു. അതിനാൽ എൻ്റേത് മാത്രം, ഞാൻ പറയുന്നത് മാത്രം അനുമാനമെന്നും നിങ്ങളുടേത് ശർഈ വിധിയെന്നും വിശേഷിപ്പിക്കുന്നത് ന്യായമായ സമീപനമല്ല. താങ്കളുടെ നിലപാട് ഖുർആന്റെ നേരിട്ടുള്ള പ്രസ്താവനയല്ല, ഹദീസ് അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനമാണ്. അതേസമയം ഞാൻ അവതരിപ്പിച്ചത് ഖുർആനിലെ ഭാഷാപരമായ സൂചനകളെ അടിസ്ഥാനമാക്കിയുള്ളൊരു വായനയാണ്. അത് അന്തിമ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഖുർആൻ അടിസ്ഥാനമാക്കിയുള്ളൊരു വ്യാഖ്യാനമാണെന്ന് മാത്രമാണ് പറയുന്നത്. ബുഖാരിയും മുസ്ലിമും ഒക്കെ കേവലം മനുഷ്യരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോപിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും അള്ളാഹുവോ റസൂലോ എവിടെയാണ് സാക്ഷ്യപ്പെടുത്തി നൽകിയിരിക്കുന്നത്? ഖുർആനിൽ അതിനുള്ള വ്യക്തമായ തെളിവ് കാണിച്ചു തരൂ. ബുഖാരിക്ക് പോലും താൻ ശേഖരിച്ച ഓരോ റിപ്പോർട്ടും 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണെന്ന് ദൈവിക ഉറപ്പുണ്ടായിരുന്നില്ല. ലഭ്യമായ സാക്ഷ്യങ്ങളും ഇസ്നാദുകളും അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് അനുസരിച്ച് അവയെ സഹീഹ് എന്ന് വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ബുഖാരിക്കില്ലാത്ത ആ ദൈവിക ഉറപ്പ് താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇതാണ് ഹദീസ് നിഷേധി പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ദീൻ പൂർണ്ണമായി എന്ന 5-ാം അധ്യായം 3-ാം വചനത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ആ ആയത്ത് എവിടെയാണ് ഖുർആൻ മാത്രമാണ് ദീനിൻ്റെ ഏക ഉറവിടം എന്ന് പറയുന്നത്? മറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുവിൻ, റസൂലിലേക്ക് മടക്കുക. ഇത് 4-ാം അധ്യായം 59-ാം വചനം. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചു. ഇത് 4-ാം അധ്യായം 80-ാം വചനം. റസൂൽ നിങ്ങൾക്ക് നൽകുന്നതെന്തോ അത് സ്വീകരിക്കുവേൻ, അദ്ദേഹം വിലക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവേൻ. ഇത് 59-ാം അധ്യായം 7-ാം വചനം. ജനങ്ങൾക്ക് ഇറക്കിക്കൊടുത്തത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിനക്ക് ഈ ദിക്ർ ഇറക്കിയത്. ഇത് 16-ാം അധ്യായം 44-ാം വചനം. അതിനാൽ ദീൻ പൂർത്തിയായപ്പോൾ ഖുർആനും അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതിൻ്റെ ഭാഗമായിരുന്നു. ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ റഹിമഹുമുല്ലാ പിന്നീട് ദീൻ കൂട്ടിച്ചേർത്തിയിട്ടില്ല. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ റളിയല്ലാഹു അൻഹു വഴി കൈമാറപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും സംരക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. 15-ാം അധ്യായം 9-ാം വചനത്തിൽ ഖുർആൻ മാത്രമാണ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞ വാദവും പൂർണ്ണമല്ല. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടാൽ ഖുർആൻ പറഞ്ഞ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ അനുസരിക്കണം, റസൂലിലേക്ക് മടക്കണം, റസൂലിൻ്റെ വിശദീകരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കണം. അല്ലാത്ത പക്ഷം 4-ാം അധ്യായം 59-ാം വചനവും 4-ാം അധ്യായം 80-ാം വചനവും 59-ാം വചനം 7-ാം വചനം ഇവിടെയൊക്കെ പറഞ്ഞ കൽപ്പനകളൊന്നും എല്ലാം പ്രായോഗികമായി അസാധ്യമാകും. അള്ളാഹു അസാധ്യമായ ഒരു കാര്യം കൽപ്പിക്കുകയില്ല. ഖുർആൻ വിശദീകരിക്കാനും പ്രായോഗികമായി നടപ്പാക്കാനും അള്ളാഹു നിയോഗിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് 16-ാം അധ്യായം 44 പറയുന്നുണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും സ്വകാര്യ വ്യാഖ്യാനമല്ല ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തരും. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങളോട് ഒരു ചോദ്യം. ഖുർആൻ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണം, റസൂലിലേക്ക് മടക്കണം,
റസൂലിൻ്റെ വിശദീകരണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഹദീസ് മുഴുവനായി നിരസിച്ച ഒരാൾ അവ പ്രായോഗികമായി എങ്ങനെ പാലിക്കും? ഖുർആൻ വ്യക്തമായി റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനും റസൂലിലേക്ക് മടക്കാനും റസൂൽ ജനങ്ങൾക്ക് അള്ളാഹു ഇറക്കിയതിനെ വിശദീകരിക്കാനാണ് നിയോഗിക്കപ്പെട്ടതെന്നും പറയുന്നു. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശദീകരണങ്ങളും കൽപ്പനകളും ഇന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനാണ് ഹദീസ് വിജ്ഞാനം. ഹദീസ് പണ്ഡിതന്മാർ പുതിയ വഹിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ വഴി റളിയല്ലാഹു അൻഹു കൈമാറപ്പെട്ട റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത പരിശോധിക്കുകയായിരുന്നു. പരിശോധന വഹിയല്ല, അത് വഹി തിരിച്ചറിയാനുള്ള മാർഗമാണ്. ഖുർആൻ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും വിശ്വാസ്യതയോടെ തിരിച്ചറിയാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ നിരസിച്ചാൽ ഈ ആയത്തുകൾ എങ്ങനെ നടപ്പിലാക്കും? 4 വിശുദ്ധ മാസങ്ങൾ കലണ്ടർ വിവരണം മാത്രമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. 9-ാം അധ്യായം 36-ാം വചനത്തിൽ 4 വിശുദ്ധ മാസങ്ങളിൽ യുദ്ധവും അക്രമവും സംബന്ധിച്ച ഒരു ശർഈ വിധി നൽകുന്നു. ഇത് വെറും കലണ്ടർ വിവരണമല്ല. ഖുർആൻ പേരുകൾ പറയുന്നില്ല. പേരുകൾ അറിയാതെ ആ മതവിധി എങ്ങനെ പാലിക്കും? ആ പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. അതിനാൽ ഇവിടെ ഹദീസ് ഒരു ചരിത്ര വിവരം മാത്രമല്ല, ഖുർആനിലെ ഒരു മതവിധി പ്രാവർത്തികമാക്കാൻ അനിവാര്യമായ വിശദീകരണമാണ്. താങ്കൾ ഉദ്ധരിച്ച സൂറത്തുൽ ഇസ്രാ 17:36 വചനത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. നിനക്കറിവില്ലാത്ത കാര്യത്തെ പിന്തുടരരുത്. ഈ ആയത്ത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ടാണ് ഈ സംവാദത്തിലുടനീളം ഞാൻ ഖുർആനിൽ നിന്നും തെളിവുകൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം ചില വ്യക്തമായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തത്. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഖുർആൻ 9:36 പറഞ്ഞ 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണ്? ആ ആയത്തിലെ മതവിധി എങ്ങനെ പ്രാവർത്തികമാക്കും? സൂറത്ത് ഇസ്രായിലെ 36 നമ്മെ പഠിപ്പിക്കുന്നത് തെളിവ് പരിശോധിക്കാനും സത്യസന്ധമായി വിലയിരുത്താനും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാനുമാണ്. അതുതന്നെയാണ് ഞാനും അഭ്യർത്ഥിക്കുന്നത്. 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണെന്നത് ഒരു ശർഈ വിധിയാണ്. അങ്ങനെയൊരു വിധി ഇൻസലഖ എന്ന പദത്തിൻ്റെ സാധ്യതയുള്ള ഒരു ഭാഷാപരമായ അർത്ഥത്തിൽ നിന്ന് സ്ഥാപിക്കാനാവില്ല. അള്ളാഹു മുസ്ലിങ്ങൾ പാലിക്കേണ്ട 4 മാസങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവ ഏതൊക്കെയാണെന്ന് വ്യക്തമായി അറിയിച്ചിരിക്കണം. ഖുർആനിൽ 9-ാം അധ്യായം 36-ൽ 4 വിശുദ്ധ മാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അവയുടെ പേരുകൾ പറയുന്നില്ല. അതിനാൽ നിങ്ങൾ പറഞ്ഞ മാസങ്ങൾ എന്നത് ഖുർആൻ്റെ വ്യക്തമായ പ്രസ്താവനയല്ല. നിങ്ങൾ 4 മാസങ്ങൾ എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. 16:36 ഉദ്ധരിച്ച് അനുമാനങ്ങളെ ദീനിൻ്റെ ഭാഗമാക്കരുത് എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പോൾ വ്യക്തമായ ആയത്തില്ലാതെ 16:36 പ്രകാരം സ്വന്തം നിഗമനത്തെ ദീനിൻ്റെ നിർബന്ധ സത്യമായി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നിങ്ങൾ ഇത് ഹദീസ് പാരമ്പര്യത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണെന്ന് പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസമുണ്ടായിരുന്ന അതേ ക്രമത്തിലേക്ക് കാലം തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു വർഷം 12 മാസങ്ങളാണ്. അവയിൽ 4 വിശുദ്ധ മാസങ്ങളുണ്ട്. അവയിൽ 3 തുടർച്ചയായവയാണ്: ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം. 4-മത്തേത് ജുമാദയ്ക്കും ഷഅബാനും ഇടയിലുള്ള മുദറിൻ്റെ രജബാണ്. ഈ ഹദീസ് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹീഹ് ബുഖാരിയിലെ ഒരു സനദ് ഇങ്ങനെയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം അബൂ ബക്ര റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അബൂ ബക്രയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്ര കേട്ടു.
അദ്ദേഹത്തിൽ നിന്ന് മുഹമ്മദ് ഇബ്നു സിരീൻ കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് അയ്യൂബ സക്തിയാനി കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ഹമ്മാദ് ഇബ്നു സയ്യിദ് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ വഹാബ് കേട്ടു, അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം ബുഖാരി ഈ ഹദീസ് നേരിട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയത്. ഇത് ബുഖാരി എഴുതി വെച്ചൊരു റിപ്പോർട്ടല്ല, മറിച്ച് ബുഖാരി അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൽ നിന്ന് നേരിട്ട് കേട്ടതും ആ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൽ നിന്ന് കേട്ടതും അങ്ങനെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന ഇസ്നാദോട് കൂടിയ ഹദീസാണ് എന്നിത് വ്യക്തമായി കാണിക്കുന്നു. അതുകൊണ്ട് ഇത് ബുഖാരിയുടെ അഭിപ്രായമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നിലധികം സനദുകളിലൂടെ വന്നിട്ടുണ്ട്. ഹദീസ് ശാസ്ത്രത്തിലെ ഒരു അംഗീകൃത ഇമാമും ഈ ഹദീസിൻ്റെ സഹീഹ് പദവിയെ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് മുത്തഫഖുൻ അലൈഹായ ഹദീസാണെന്ന് പറയാം. അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള ഇരുവരും അവരുടെ സഹീഹുകളിൽ രേഖപ്പെടുത്തിയതിനാൽ ഇസ്ലാമിക ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും പ്രാമാണികമായ ഹദീസുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് ഇവിടെ വ്യത്യാസം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ അഭിപ്രായം ഖുർആനിൽ നിന്ന് താങ്കൾ സ്വയം രൂപപ്പെടുത്തിയ ഒരു ഭാഷാപരമായ നിഗമനമാണ്. എൻ്റെ നിലപാട്, ഞാൻ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 വിശുദ്ധ മാസങ്ങളുടെ പേരുകൾ നേരിട്ട് പറഞ്ഞു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനാൽ ഇവ രണ്ടിനെയും ഒരേ തലത്തിൽ കാണാനാവില്ല. ഇവിടെയാണ് സൂറത്തു നഹലിലെ 16-ാം അധ്യായം 44-ൻ്റെ അർത്ഥം വ്യക്തമായി കാണുന്നത്. അള്ളാഹു പറഞ്ഞു, വാൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഖുർആൻ 4 വിശുദ്ധ മാസങ്ങളുണ്ടെന്ന് പറഞ്ഞു 9:36, എന്നാൽ അവയുടെ പേരുകൾ പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ആ 4 മാസങ്ങളുടെ പേരുകൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആയത്ത് 16:44 തുബയ്യീന, വിശദീകരിക്കുക എന്ന ദൗത്യം. അല്ലാതെ ഖുർആനിൽ പറയാത്ത പുതിയ ശരീഅത്ത് കൊണ്ടുവരികയല്ല. അതിനാൽ ചോദ്യം ഇതാണ്, ഹദീസ് ശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള ഒരു മുഹദ്ദിസും ദുർബലമെന്ന് പറഞ്ഞിട്ടില്ലാത്ത, എല്ലാ റാവിമാരും വിശ്വസ്തരാണെന്ന് അംഗീകരിക്കപ്പെട്ട ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള രേഖപ്പെടുത്തിയ മുക്തഫിഖുൻ അലൈഹായ ഒരു ഹദീസ് നിങ്ങൾ ഏത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് നിരസിക്കുന്നത്? ഒരു ഹദീസിനെ നിരസിക്കണമെങ്കിൽ അതിൻ്റെ സനദിലോ റാവിമാരിലോ അല്ലെങ്കിൽ മത്നിലോ ശാസ്ത്രീയമായ ഒരു ന്യൂനത തെളിയിക്കണം. വെറും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നത് ഹദീസ് ശാസ്ത്രത്തിൽ ഒരു തെളിവല്ല. മാത്രമല്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവന തള്ളിക്കളയലാണ്. അത് ഒരിക്കലും അനുവദനീയമല്ല. ഞാൻ പലതവണ വ്യക്തമാക്കിയതുപോലെ ഇത് ഹദീസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യാഖ്യാനമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള പ്രസ്താവനയാണ്. നിങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. ഖുർആനിലെ ചില ഭാഷാപരമായ സാധ്യതകളെ അടിസ്ഥാനമാക്കി ഒരു പുതിയ വിധിയിലെത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ശരീഅത്ത് വിധികൾ സാധ്യതയുള്ള ഭാഷാപരമായ അനുമാനങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടുന്നില്ല. അവ സ്ഥാപിക്കപ്പെടുന്നത് വ്യക്തമായ പ്രമാണങ്ങൾ കൊണ്ടാണ്. അള്ളാഹു അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അതിനാൽ 9:36 4 വിശുദ്ധ മാസങ്ങളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇതാണ് സൂറത്തു നഹലിലെ 16:44 പറഞ്ഞ ലിതുബയ്യിന എന്ന ദൗത്യം, വിശദീകരിക്കൽ എന്ന ദൗത്യം. ഞാൻ ബുഖാരിയോ ഇമാം ബുഖാരിയെയോ ഇമാം മുസ്ലിമിനെയോ അന്ധമായി പിന്തുടരുന്നില്ല. അവർ പരിശോധിച്ച് സഹീഹാണെന്ന് തെളിയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഖുർആൻ തന്നെ വിധി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നിച്ചാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല പരിണിത ഫലമുള്ളത്. ഇത് സൂറത്ത് നിസായിലെ 59 ഞാൻ അത് തന്നെയാണ് ചെയ്തത്. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മടക്കി. അവിടുന്ന് വ്യക്തമായ മറുപടി ലഭിച്ചു. അത് 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. എന്നാൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വ്യക്തമായ പ്രസ്താവനയെ വിട്ട് നിങ്ങളുടെ ഭാഷാപരമായ സാധ്യതയെ മുൻഗണിക്കുന്നു. അതിനാൽ ഈ വിഷയത്തിൽ ഖുർആൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ്? റസൂലിലേക്ക് മടക്കിയ ഞാനോ അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ പ്രസ്താവന സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന താങ്കളോ?
അള്ളാഹു ഖുർആനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് മുഖേന അള്ളാഹു അനേകരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സൂറത്തു അൽ ബഖറ 2-ാം അധ്യായം 26-ാം വചനാണ്. നിങ്ങൾ പറഞ്ഞു, ലഭ്യമായ സാക്ഷ്യങ്ങളും ഇസ്നാദുകളും അടിസ്ഥാനമാക്കി ബുഖാരി ഇജ്തിഹാദ് അനുസരിച്ച് അവയെ സഹി എന്ന് വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഇത് ഇജ്തിഹാദി വിഷയമല്ല, വിശ്വസനീയമായ വാർത്ത സ്വീകരിക്കുന്ന വിഷയമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വിശ്വസ്തനായ ഒരു സുഹൃത്ത് അമേരിക്കയിൽ പോയി തിരികെ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നയാളെ കണ്ടു, ഞങ്ങൾ തമ്മിൽ ഈ സംഭാഷണം നടന്നു, എനിക്ക് ഈ സംഭവം സംഭവിച്ചു. നിങ്ങളുടെ ഈ സുഹൃത്ത് സത്യസന്ധനും വിശ്വസ്തനുമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കും, അല്ലാതെ ഇജ്തിഹാദ് നടത്തില്ല. കാരണം ഇതൊരു ഫിഖ് വിധി നിർണ്ണയിക്കുന്ന ഇജ്തിഹാദല്ല, വിശ്വസനീയനായ വ്യക്തിയുടെ വാർത്ത സ്വീകരിക്കലാണ്. ഹദീസും അതേ അടിസ്ഥാനത്തിലാണ്. ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുന്നില്ല, അത് അദ്ദേഹത്തിന് ബോധന നൽകപ്പെട്ട ഒരു വഹി മാത്രമാണ്. ഇത് സൂറത്തു നജ്മിലെ 53-ാം അധ്യായം 3-4 വചനാണ്. അതുകൊണ്ട് ഒരു ഹദീസ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ അതൊരു സാധാരണ മനുഷ്യൻ്റെ അഭിപ്രായമല്ല, വഹിയുടെ അടിസ്ഥാനത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയാണ്. നമുക്ക് വഹി ലഭിച്ചിട്ടില്ല, പക്ഷേ വിശ്വസനീയമായ സാക്ഷ്യം സ്വീകരിക്കണമെന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കോടതികളിലും ദൈനംദിന ജീവിതത്തിലും ചരിത്രത്തിലും ശാസ്ത്രത്തിലും നാം വിശ്വസനീയമായ സാക്ഷ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതേ തത്വം തന്നെയാണ് ഹദീസ് സ്വീകരിക്കുന്നതിലും പ്രയോഗിക്കുന്നത്. നിങ്ങൾക്കിന്ന് ഖുർആൻ തന്നെ ലഭിച്ചതും മുത്തവാത്തിർ നഖലിലൂടെ, വിശ്വസനീയരായ ആളുകളുടെ പകർച്ചയിലൂടെയാണ്. വഹി നേരിട്ട് താങ്കൾക്ക് ലഭിച്ചത് കൊണ്ടല്ല. അതിനാൽ ആർക്കാണ് ദൈവിക ഉറപ്പ് എന്നല്ല ചോദ്യം, വിശ്വസനീയമായ തെളിവ് സ്ഥാപിതമായോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ പ്രവർത്തനം അതായിരുന്നു. ഇജ്തിഹാദ് കൊണ്ട് പുതിയ ദീൻ സൃഷ്ടിക്കലല്ല. അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് വിശ്വസനീയമായ സാക്ഷ്യവും തെളിവും സ്വീകരിക്കാനാണ്. വഹി ലഭിച്ചവരാകണമെന്നല്ല. അതിനാൽ ബുഖാരിക്ക് ദൈവിക ഉറപ്പില്ലായിരുന്നു, അതിനാൽ നമുക്കും വിശ്വസിക്കാനാവില്ല എന്ന നിഗമനം ശരിയല്ല. രസകരമായ കാര്യം എന്താണെന്നാൽ, ഇജ്തിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്നത്. അള്ളാഹു ഒരു മതവിധി അവതരിപ്പിച്ചെടുത്ത് അതിൻ്റെ വിശദീകരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലഭിക്കേണ്ട വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ അന്വേഷിക്കുന്നതിന് പകരം ഒരു വാക്കിന് സാധ്യതയുള്ള ഒരു അർത്ഥം തിരഞ്ഞെടുത്ത് അതിന്മേൽ മുഴുവൻ മതവിധിയും സ്ഥാപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇമാം ബുഖാരി റഹിമയുടെ പ്രവർത്തനം അതല്ല. അദ്ദേഹം ഒരു ആയത്തിൻ്റെ പുതിയ അർത്ഥം നിർമ്മിച്ചില്ല, പുതിയ ശരീഅത്ത് വിധിയും രൂപപ്പെടുത്തിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിച്ചു. മറിച്ച് നിങ്ങൾ വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു സാധ്യതയുള്ള വ്യാഖ്യാനം മാത്രം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു പുതിയ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ തെളിവില്ലാത്ത ഇജ്തിഹാദ്. അപ്പോൾ ഹദീസ് നിഷേധി പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു റാവിയെ ദുർബലനാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചോദ്യം അതല്ല. ഒരു സനദ് സഹീഹാണെന്ന് മനുഷ്യർ വിധിച്ചതുകൊണ്ട് അത് ദൈവിക ഉറപ്പാകുമോ? അതാണ് ചോദ്യം. ബുഖാരിയും മുസ്ലിമും മനുഷ്യരാണ്, അവരുടെ വിധി വഹിയല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, എനിക്ക് റാവിയെ ദുർബലനാക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നു. അതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിശുദ്ധ മാസങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ സനദിലുള്ള ഒരാളെയും താങ്കൾ അവിശ്വസനീയനാണെന്ന് തെളിയിക്കുന്നില്ല, റിപ്പോർട്ട് വ്യാജമാണെന്നും തെളിയിക്കുന്നില്ല. എന്നിട്ടും അത് തള്ളുന്നു. ഇത് തെളിവിനെ അടിസ്ഥാനമാക്കിയുള്ള നിരാകരണമല്ല, മുൻകൂട്ടി സ്വീകരിച്ച ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരാകരണമാണ്. ആദ്യം സനദിലുള്ള ഒരു റാവിയെങ്കിലും അവിശ്വസനീയനാണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ യഥാർത്ഥ പിഴവ് കാണിക്കുക. അത് ചെയ്യാതെ ഇത് ഹദീസാണ് എന്ന ഒറ്റ കാരണത്താൽ തള്ളുന്നത് സത്യസന്ധമായ സമീപനമല്ല. ഞാൻ പലതവണ ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് മാത്രം ദയവായി നേരിട്ട് മറുപടി നൽകുക. ഞാൻ അദ്ദേഹത്തോട് ഈ ചോദ്യം പലവട്ടം ചോദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഹദീസിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന രീതി ഇമാം ബുഖാരി റഹിമഹുല്ല കണ്ടുപിടിച്ചതല്ല. അതിൻ്റെ അടിസ്ഥാനം സഹാബികളിൽ റളിയല്ലാഹു അൻഹു നിന്ന് തന്നെയാണ് ആരംഭിച്ചത്.
ഇമാം ബുഖാരിയും മറ്റ് മുഹദ്ദിസുകളും ഈ സഹാബി രീതിയെ അതീവ കൃത്യതയോടെ പിന്തുടരുകയും ചെയ്തതാണ്. പുതിയൊരു മതതത്വമോ പുതിയൊരു പ്രമാണമോ അവർ കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹു സൂറത്ത് നിസായിലെ 115 സഹാബികൾ റളിയല്ലാഹു അൻഹുയുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. സഹാബികൾ റളിയല്ലാഹു അൻഹു ഏകോപിച്ച വഴിയെ പിന്തുടരാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവന് നരകശിക്ഷയാണ് എന്ന് അള്ളാഹു ഈ സൂറത്ത് നിസാ 4-ാം അധ്യായം 115-ാം വചനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് വിഷയം മാറ്റാതെ ഈ ഒരു ചോദ്യത്തിന് മാത്രം നേരിട്ട് മറുപടി നൽകുക. കാരണം ഞാനിത് പലതവണ ചോദിച്ചിട്ടും ഇതുവരെ നിങ്ങൾ മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ നിർത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.